ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് കർത്താവ് നമ്മളെ ചില പ്രത്യേകമായ ഇടങ്ങളിലൂടെ, പച്ചപ്പുൽ മേടുകളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 2 ശിഷ്യന്മാർ എമ്മൗസിലോട്ട് പോകുമ്പോൾ ആ കൂട്ടത്തിൽ യേശു കൂടെ യാത്ര ചെയ്തു. അവൻ അവരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവൻ സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് ആ ശിഷ്യന്മാർ പറഞ്ഞ കാര്യമുണ്ട്, അവർ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം കത്തുകയില്ലായിരുന്നോ എന്ന് പരസ്പരം അവർ സംസാരിച്ചു. ഇതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന, നിങ്ങളുടെ ഉള്ളം കത്തിക്കുന്ന, നിങ്ങളെ ശരിയായ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വചന സന്ദേശമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ വചന സന്ദേശം എന്നുള്ളത് പ്രൈഡ് പുട്ട്സ് യു ഇൻ ടു ട്രബിൾസ്. അഹങ്കാരം നിങ്ങളെ കുഴപ്പത്തിലാക്കുന്നു. കേൾക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി പേടിയൊക്കെ തോന്നിപ്പോവും, ദൈവമേ. പക്ഷേ ചില കാര്യങ്ങൾ ശരിക്കും മറയില്ലാതെ വചനം സത്യമായതുകൊണ്ട് സത്യമായിട്ട് അത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ ഈ സന്ദേശം അതിനുവേണ്ടി നിങ്ങളെ ശക്തീകരിക്കും, ബലപ്പെടുത്തും എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒരു കീ സ്പോൺസറാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മേരി ആഡ്ലൈൻ ആണ്. താങ്ക് യു സിസ്റ്റർ മേരി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മേരി ആഡ്ലൈനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം മകൻ അബ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്നാനമേൽക്കുവാൻ കർത്താവിന് കൃപയുണ്ടാകട്ടെ. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഗ്ലോയുടെ നമ്മുടെ 2025 രജിസ്ട്രേഷൻ ഓപ്പൺ ആണ്. കുറച്ച് മാസങ്ങൾ കൂടെ മാത്രമേ അത് കാണത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം വരുന്ന 500 പേർക്കാണ് ഈ പ്രാവശ്യം ഞങ്ങൾ അവസരം ഒരുക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ ഒരു പ്രത്യേക ഒരു ടോപ്പിക് നമ്മൾ തുടങ്ങി. ദ ബ്ലെസ്സിങ്സ് ഓഫ് ഹ്യൂമിലിറ്റി, ദ ബ്ലെസ്സിങ്സ് ഓഫ് ബീങ് ഹംബിൾ. ഈ ഭൂമിയിൽ ദൈവസന്നിധിയിൽ താഴ്മയോടുകൂടി ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ പല കാര്യങ്ങളും ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചു വന്നു. ഇന്നലെ എത്ര പേര് ഇത് വാച്ച് ചെയ്തെന്ന് എനിക്കറിഞ്ഞുകൂടെ. മിസ്സായവരുണ്ടെങ്കിൽ ദയവായി യൂട്യൂബിലോ നമ്മുടെ മൊബൈൽ ആപ്പിലോ വെബ്സൈറ്റിലോ ഒക്കെ പോയിട്ട് അത് വാച്ച് ചെയ്യുക. യാക്കോബിൻ്റെ ലേഖനം 4:6 നമ്മൾ തുടങ്ങിയത്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ഈ കാര്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇന്നലെ ഇങ്ങനെ സംസാരിച്ചു വന്നു. അതായത് താഴ്മയുണ്ടെങ്കിൽ that will attract God's favor. ദൈവത്തിൽ നിന്റെ ആ പ്രസാദം നമ്മൾ ആകർഷിച്ച് വലിച്ചെടുക്കുന്നത് താഴ്മയുള്ളൊരു ഹൃദയത്തിലൂടെയാണ്. യേശുവിൽ കാണുന്ന വലിയൊരു ക്യാരക്ടർ ക്വാളിറ്റിയാണ് താഴ്മ. പിന്നെ നമ്മൾ കണ്ടു, ആരാധിക്കണമെങ്കിൽ താഴ്മ വേണം, പ്രാർത്ഥിക്കണമെങ്കിലും താഴ്മ വേണം. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, എനിക്ക് ആരുടെ ഹെൽപ്പൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കുന്ന ഒരാൾ തീർച്ചയായും വാസ്തവത്തിൽ അയാളുടെ ഹൃദയത്തിൽ ഒരു യഥാർത്ഥ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. താഴ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. നമുക്കൊരല്പം താഴ്മയുണ്ടെങ്കിൽ, ചിലരൊക്കെ പറഞ്ഞു, എനിക്ക് ആരുടെ ഒരു ഹെൽപ്പും ആവശ്യമില്ല, ഒരാളുടെ സഹായം എനിക്ക് വേണ്ട. അങ്ങനെ ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇവിടെ വരെ എത്തിയത് എത്രയോ പേരെന്നെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ്. എൻ്റെ മാതാപിതാക്കൾ മുതൽ ഇങ്ങോട്ട് മനുഷ്യരായ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുമിത്രാദികൾ, അധ്യാപകർ, കൂടെ ജോലി ചെയ്തവർ, കൂടെ പ്രവർത്തിക്കുന്നവർ, ഇന്ന് ഈ ശുശ്രൂഷയിലാണെങ്കിലും 100 കണക്കിന് പേർ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. ഈ ഇൻ്റർ ഡിപ്പെൻഡൻസ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് താഴാൻ കഴിയും. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ ബീയിങ് ആയിട്ടാണ്. എങ്ങനെ അതിനെ പറയേണ്ട, ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ടാണ് ദൈവം സകലരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ, ഒരു കൂട്ടുജീവിതമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായമില്ലാതെ നമുക്ക് ആർക്കും ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ പോലും സാധ്യമല്ല. ഇനി ആരെങ്കിലും അങ്ങനെ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ജീവിതമാണോ? ദൈവം തന്നെ ആദ്യം ആദാമിനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഇവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഇവനെ തക്കതായൊരു തുണയെ കൊടുക്കും.
അങ്ങനെയാണ് ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുത്തത്. സോ അവിടെ മുതൽ ഇങ്ങോട്ട്, അതായത് ഒറ്റയ്ക്ക് ജീവിച്ച് ആ മനുഷ്യൻ മടുത്തു. എന്നിട്ട് മൃഗജാതികളുടെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ പറ്റിയ കൂട്ടുകാരുണ്ടോ എന്ന് നോക്കി നടന്നു, കിട്ടിയില്ല. അവസാനം ആകെപ്പാടെ നിരാശയിലായ സമയത്താണ് കർത്താവ് വന്നിട്ട് ഒരു സ്ത്രീയെ ഉളവാക്കി കൊടുത്തു. എൻ്റെ അർത്ഥം, ദൈവം നമ്മെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പലരുമായി കൂട്ടുകൂടി ജീവിക്കാനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്ക് ആരാധിക്കണമെങ്കിൽ, നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ഹൃദയത്തിൽ താഴ്മ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇനി നമുക്ക് ഒരുമിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക്, ബൈബിളിലെ ആദ്യ പുസ്തകത്തിലേക്ക്, 16-ാം അധ്യായത്തിലേക്ക് ആദ്യത്തെ ചില വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ, ജെനസിസ് ചാപ്റ്റർ 16, നമ്മൾ കാണുന്നത് ദി എക്സാമ്പിൾ ഓഫ് ഹേഗാർ. ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഒരു ചെറിയ ഒരു ചരിത്രം അവിടെ കാണുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കും, നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ നോക്കുക. നൗ സാറായ്, ഏബ്രംസ് വൈഫ്, ഹാഡ് ബോൺ ഹിം നോ ചിൽഡ്രൻ. കഥ എല്ലാവർക്കും അറിയാം. അബ്രാമിൻ്റെ ആ സമയത്ത് അബ്രാമാണ്, പേര് മാറ്റിയിട്ടില്ല. അബ്രാമിൻ്റെ ഭാര്യയായ സാറായി തനിക്ക് കുഞ്ഞുങ്ങളെ ഒന്നും ജനിപ്പിച്ചിരുന്നില്ല. കുഞ്ഞുങ്ങളൊന്നും അവൾക്കുണ്ടായില്ല. But she had an Egyptian slave named Hagar. എന്നാൽ വീട്ടിൽ ഈജിപ്തുകാരിയായ, മിസ്രയീംകാരിയായ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഒരു സ്ലേവാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി. ആ സമയത്ത് ഈജിപ്തുകാർ ഇസ്രായേൽ മക്കളുടെ അടിമകളായിട്ട് വർക്ക് ചെയ്യും. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കൾ ഈജിപ്തുകാരുടെ അടിമയായിട്ട് മാറി. അതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. ഒരു ലേഡി, ഒരു ഈജിപ്ഷ്യൻ ലേഡി വീട്ടിൽ ഒരു സെർവൻറ്റ് ലേഡി, ഒരു മെയ്ഡായിട്ട് നിൽക്കുകയാണ്. സോ ഷീ സെഡ് ടു ഏബ്രാം. അപ്പോൾ വർഷങ്ങളായി, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഭാര്യ ഭർത്താവിനോട് പറയാം, ദ ലോർഡ് ഹാസ് കെപ്റ്റ് മീ ഫ്രം ഹാവിങ് ചിൽഡ്രൻ. കർത്താവ് എനിക്ക് ഇതുവരെ കുഞ്ഞുങ്ങളെ തന്നില്ല. ഗോ സ്ലീപ്പ് വിത്ത് മൈ സ്ലേവ്. എൻ്റെ തോഴിയായി, എൻ്റെ സെർവൻ്റായി വർക്ക് ചെയ്യുന്ന ഈ ലേഡിയോടുകൂടി നീ കിടന്നുറങ്ങും. പെർഹാപ്സ് ഐ ക്യാൻ ബിൽഡ് എ ഫാമിലി ത്രൂ ഹെർ. ദൈവം എനിക്ക് കുട്ടികളെ തന്നിട്ടില്ല, അതുകൊണ്ട് ഒരുപക്ഷെ അവളിലൂടെ ഞാനൊരു കുടുംബം പണിയട്ടെ. ഏബ്രാം എഗ്രി ടു വാട്ട് സാറായി സെഡ്. ഈ ഭാര്യ പറഞ്ഞത് അബ്രഹാം അങ്ങ് അനുസരിച്ചു. സോ ആഫ്റ്റർ Abram had been living in Canaan 10 years. Sarai, his wife, took her Egyptian slave Hagar and gave her to her husband to be his wife. അപ്പോൾ ഒരു സ്ത്രീയും, ഭൂമിയിൽ ഒരു സ്ത്രീയും ചെയ്യാത്തൊരു കാര്യം ഈ സാറായി ചെയ്യുകയാണ്. എനിക്ക് കുഞ്ഞുങ്ങളില്ല, എൻ്റെ സെർവൻ്റ് ലേഡിയിലൂടെയെങ്കിലും കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അബ്രഹാമിന് കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഇത് ദൈവഹിതമല്ല. കാരണം ദൈവം ഓൾറെഡി അവർക്കൊരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, നിനക്കൊരു കുഞ്ഞുണ്ടാകും. സാറായിയോട് നേരിട്ട് ദൈവം പറഞ്ഞതാണ്, നിനക്ക് കുഞ്ഞുണ്ടാകും. പക്ഷെ കാത്തിരുന്നിട്ട് ക്ഷമ കിട്ടാതെ അവൾ തന്നെയായിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇടുകയാണ്. എന്ത് സംഭവിക്കുന്നു? അബ്രഹാം ഒരുപക്ഷെ ദൈവത്തോട് പോലും പ്രാർത്ഥിച്ച്, ദൈവം എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഭാര്യ ഇങ്ങനെ പറയുന്നു. ഇതൊന്നും കൺസൾട്ടേഷൻ ഒന്നും പോയില്ല. ഭാര്യ പറഞ്ഞത് അങ്ങ് അനുസരിച്ചു. ഒരുപക്ഷെ ഇങ്ങനെ അബ്രഹാം ഒരുപക്ഷെ ചിന്തിച്ചാണ്, ഇത്രയും നാളായി കാത്തിരിക്കുന്നു, ഒന്നും കാണുന്നില്ല. എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവൾക്ക് വിശ്വാസമില്ല. അവൾക്കും ഒരു കുഞ്ഞൊക്കെ ഈ വീട്ടിൽ ഓടി നടക്കുന്നത് കാണണ്ടേ? ഒരുപക്ഷെ പുറത്തുനിന്ന് ദത്തെടുക്കുന്നതിനേക്കാൾ ഇവിടെയുള്ളൊരു സ്ത്രീയിലൂടെ തന്നെ ആ വീട്ടിലെ പിതാവിൻ്റെ കുഞ്ഞായിട്ട് തന്നെ ജനിക്കുവാണെങ്കിൽ അതാണ് അവളെ സന്തോഷിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ. എനിവേ, ഹി സ്ലെപ്റ്റ് വിത്ത് ഹേഗർ ആൻഡ് ഷീ കൺസീവ്ഡ്. അപ്പോൾ ഇവിടുത്തെ കാര്യം അറിയാലോ, ഈ അബ്രഹാം ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു, അവൾ പ്രഗ്നൻ്റായി. When she knew she was pregnant, she began to despise her mistress. Oh my God.
ഒന്ന് ചിന്തിച്ചു നോക്കാമോ? അവൾ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ അവള് യജമാനത്തിയെ വെറുക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കൊച്ചമ്മയെ, സാറാമ്മച്ചിയാണ് അവളുടെ മിസ്ട്രസ്, അവളുടെ യജമാനത്തിയാണ്. ഈ യജമാനത്തിയെ അവൾ വെറുക്കാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഇതാണ്, ഒരു അടിമവേലക്കാരിയായി കിടക്കുന്ന ഒരു സ്ത്രീ, അടിമപ്പണി ചെയ്യുന്നൊരു സ്ത്രീ, സ്ലേവ് ഗേളാണ്. പക്ഷേ ഇവള് ചിന്തിച്ചപ്പോൾ കണ്ടോ, നമ്മുടെ കൊച്ചമ്മയ്ക്ക് കൊച്ചുങ്ങളില്ല, കൊച്ചമ്മയ്ക്ക് കുഞ്ഞുങ്ങളില്ല. ദൈവം എന്നെ ബഹുമാനിച്ചു, ദൈവം എന്നെ ഉയർത്തി, അവളെ ദൈവം ശപിച്ചിട്ടിരിക്കുക. ഇവളുടെ അകത്തങ്ങ് അഹങ്കാരം കയറി. അപ്പം അതുവരെ വളരെ താഴ്മയോടുകൂടി നിന്നിരുന്നൊരു സ്ത്രീ ഇങ്ങനെ ഒരു സീമിങ്ങിലി ഒരു ബ്ലെസ്സിങ്, യജമാനനാൽ ഗർഭിണിയാകാൻ കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ ഇവളുടെ അകത്ത് അഹങ്കാരം തലക്ക് പിടിച്ചു. Then Sarai said to Abraham, അപ്പോഴേക്കും അവൾക്ക് ഭയങ്കര ദുഃഖമായി, സാറായിക്ക് ഭയങ്കര ദുഃഖമായി, കൊച്ചമ്മയ്ക്ക് ദുഃഖം. You are responsible for the wrong I am suffering. ഇന്നിപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായി. ഞാനിപ്പോൾ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഇതൊരു വലിയ കുടുംബ പ്രശ്നമായിട്ട് മാറി. ഈ അകത്ത് കുഞ്ഞുണ്ട്, പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ അഹങ്കാരം വന്നിട്ട് ഒരു പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അതുവരെ നല്ല രീതിയിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന ഇതേ കസേര കയറിയിരിക്കുമോ, ജോലിയൊന്നും എടുക്കുന്നില്ല. ഇപ്പം ഇവളുടെ ഭാവം മുഴുവൻ ഞാനാണിപ്പോൾ ഭാര്യ, നീ എന്തിനിവിടെ, ഇപ്പം ഈ വീട്ടിൽ ഞാനാണ് അബ്രഹാമിൻ്റെ ഭാര്യ, ഇവ കുട്ടികളുമില്ല, ഒന്നുമില്ല, ദൈവം ശപിച്ച ഒരു സ്ത്രീയാണ്, ഇനി ഞാനാണ് ഇവിടെ എന്ന ഭാവത്തിൽ ജോലി എടുക്കുന്നില്ല, പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് അവൾ മാറിക്കാണും. ഇത് സാറായുടെ ഉള്ളിൽ ഭയങ്കര ദുഃഖമായി. ഞാനാണ് അവളെ എൻ്റെ ഭർത്താവിന് കൊടുത്തത്. അകത്ത് കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം മുഴുത്തിരിക്കുന്നു. അപ്പോൾ കുടുംബപ്രശ്നമായിട്ട് മാറി. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഇപ്പം നിങ്ങളാണ് ഇതിന് കാരണം, സാറയാണ് ഇതിന് വാസ്തവത്തിൽ കാരണം, സാറയാണ് ഈ പ്രോജക്റ്റ് ഇട്ടത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് എന്താണ്, നിങ്ങളാണ് ഇതിന് കാരണം. May the Lord judge between you and me. ഇതിൽ ദൈവം ഒരു തീർപ്പുണ്ടാക്കട്ടെ, ഒരു വിധി പുറപ്പെടുവിക്കട്ടെ. And your slave is in your hands, Abraham said. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നിന്റെ അടിമ പെൺകുട്ടി നിന്റെ കയ്യിലിരിക്കുന്നത്, do with her whatever you think best. നിനക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് ചെയ്തു. Then Sarai mistreated Hagar, so she fled from her. ഇത് കേട്ടതോടുകൂടെ അന്ന് തുടങ്ങി, എങ്ങനെ അതിനെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ സാറായി കൊച്ചമ്മ അവളെ ഭയങ്കരമായി ക്രൂരമായി അവളോട് ഇടപെടാൻ തുടങ്ങി. ഈ പോരെടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ, അതുപോലെ എന്തോ ഒന്ന് മാവിയമ്മയും മരുമോളും തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോരെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പക്ഷേ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റായി. കാരണം അവൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ അഹങ്കാരം പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ഇവളനുസരിക്കാത്തത് കൊണ്ട്, അവളൊരു നന്മയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു ഗുണം ഞാൻ ചെയ്തിട്ട് അവസാനം ഇങ്ങനെയാണ്, ഭയങ്കരമായി മിസ്ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ തെറ്റുപറ്റിയത് സാറയ്ക്കാണ്. എങ്കിലും ഹാഗാറിനെ ദൈവം ബ്ലെസ് ചെയ്തപ്പോൾ അവൾ കുറെ കൂടി താഴ്മയുള്ളവളായി മാറണമായിരുന്നു. ശരിയല്ലേ ഞാൻ പറയുന്നത്? എനിക്കിതിനെന്ത് യോഗ്യത, ഈ കൊച്ചമ്മ കാരണമാണ് എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ അകത്ത് കിട്ടിയത്. അതുകൊണ്ട് അവൾ വളരെയധികം താഴേണ്ട സ്ഥാനത്ത് അവൾ ഭയങ്കരമായി അഹങ്കരിക്കാൻ തുടങ്ങി. അതുവരെ താഴ്മയോടുകൂടി നിന്നിരുന്നവൾക്ക് അകത്ത് അഹങ്കാരം ഉണ്ടായി. നമ്പർ 7, വേഴ്സ് നമ്പർ 7, 7 വാക്യം നോക്കി. The angel of the Lord found Hagar near a spring in the desert. മരുഭൂമിയിൽ. കാരണം ഇവളെ മിസ്ട്രീറ്റ് ചെയ്ത സമയത്ത് ഇവൾ ആ വീട്ടിൽ നിന്നിറങ്ങി ഓടി. അവൾക്ക് അവിടെ തുടർന്ന് ജീവിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ബന്ധങ്ങൾ വഷളായി. കൊച്ചമ്മ അവളെ ആ വീടിനകത്ത് നിർത്തിയില്ല. ഭയങ്കരമായി മിസ്ട്രീറ്റ് ചെയ്തപ്പോൾ എന്തൊക്കെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ, ഒന്നും എഴുതിയിട്ടില്ല. പല രീതിയിൽ അവളെ മിസ്ട്രീറ്റ് ചെയ്ത് കാണും, ക്രൂരമായി ഇടപെട്ട് കാണും. അടിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇവള് ജീവനും കൊണ്ട് ഓടി. അങ്ങനെ മരുഭൂമിയിലൂടെ ഇവളിങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കാമോ?
ഗർഭിണിയായ ഒരു സ്ത്രീ മരുഭൂമിയിൽ ഉഴന്നലയുകയാണ്. എവിടേക്ക് പോകും? പ്രഗ്നൻ്റാണ്. ഉള്ള പ്രസവം ഏത് ഹോസ്പിറ്റലിൽ പ്രസവിക്കും? ആര് പ്രസവം എടുക്കും? ഈ കുഞ്ഞിനെ ആൾ വളർത്തും? ഈ കുഞ്ഞിൻ്റെ പിതാവാര്? മറ്റുള്ളവർ ചോദിക്കും. ഓ മൈ ഗോഡ്, ഗർഭിണിയായ ഒരു സ്ത്രീ മരുഭൂമിയിൽ അലയുകയാണ്. അപ്പോൾ ഓർക്കണം, അതിന് കാരണം എന്താ? അഹങ്കാരം. താഴ്മയില്ലാതെ വന്നപ്പോഴല്ലേ ഇത് സംഭവിച്ചത്. താഴ്മയുണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വിപത്തുകൾ, മിസ്ട്രീറ്റ്മെൻറ്റ്, കഷ്ടതകൾ, പലരിൽ നിന്നുള്ള ഇൽ ട്രീറ്റ്മെൻറ്റുകൾ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ അഹങ്കാരത്തിലൂടെയാണ്. ഇത് വളരെ വ്യക്തമല്ല ഇവിടെ. അവളിങ്ങനെ മരുഭൂമിയിൽ ഇങ്ങനെ അലഞ്ഞ്, ഇറ്റ് വാസ് ദ സ്പ്രിങ് ദാറ്റ് ഈസ് ബിസൈഡ് ദ റോഡ് ടു ഷൂർ. ഷൂറിലേക്ക് പോകുന്ന ഒരു വഴിയരികത്തുള്ളൊരു സ്പ്രിങ്, ഒരു സ്പ്രിങ്ങിൻ്റെ അടുത്ത് എന്ന് അവളിങ്ങനെ ഇരിക്കുക. അവിടെ ഒരു ദൈവത്തിൻ്റെ ദൂതൻ വന്നു. ആൻഡ് ഹീ സെഡ്, ഹേഗർ, slave of Sarai, where have you come from and where are you going? ഈ ദൂതൻ വന്നിട്ട് ചോദിക്കുക, ഈ സാറായിയുടെ ദാസിയായ ഹാഗാരെ, എവിടെ നിന്ന് നീ വരുന്നത്? നീ എങ്ങോട്ടാ പോകുന്നത്? ഐ ആം റണ്ണിങ് അവേ ഫ്രം മൈ മിസ്ട്രസ് സാറായ്, ഷി ആൻസർഡ്. അവൾ പറഞ്ഞു, എൻ്റെ യജമാനത്തിയായ സാറായിൽ നിന്നും ഞാൻ ഓടുകയാണ്, ഒളിച്ചോടുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഹാഗാർ വാസ്തവത്തിൽ തെറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അവൾ തെറ്റ് ചെയ്തിട്ടില്ല. അവരവിടെ പറഞ്ഞത് അന്നത്തെ സിസ്റ്റമാണ്, സോഷ്യൽ സിസ്റ്റമാണ്. ഞാൻ ഇതിനിടയ്ക്കൊന്ന് ബ്രാക്കറ്റിൽ പറയുകയാണ്. പൊളിഗാമി അല്ലെങ്കിൽ പല ഭാര്യമാർ ഉണ്ടാകുക എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ പലതും കാണുന്നെങ്കിലും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ അല്ല. ദൈവത്തിൻ്റെ പൂർണ്ണ പദ്ധതിയിലുള്ള ഒരിക്കലും അല്ല ബഹുഭാര്യാത്വം. അതുകൊണ്ടല്ലേ ആദമിന് ദൈവം ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചു കൊടുത്തുള്ളൂ. എന്നാൽ പിന്നീട് പല തലമുറകൾ കഴിഞ്ഞ് കയീൻ പാപം ചെയ്ത് കയീൻ്റെ കയീൻ്റെ കുലത്തിൽ ജനിച്ച ലാമെക്ക് എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് 2 ഭാര്യമാരെ എടുത്തത്. അവിടെ തുടങ്ങി പലരും ഇങ്ങനെ ബഹുഭാര്യാത്വം അന്നത്തെ സോഷ്യൽ സമ്പ്രദായത്തിലൊക്കെ ഡെവലപ്പ് ചെയ്ത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലായിരുന്നു അത്. ഇവിടെയും ദൈവമല്ല ഇത് ചെയ്തത്. നോ, ദൈവം വ്യക്തമായി പറഞ്ഞു സാറായ്ക്ക് കുഞ്ഞുണ്ടാകുന്ന പറഞ്ഞു. എന്നാൽ അതിനു വേണ്ടി കാത്തിരിക്കുവാനുള്ള ദീർഘക്ഷമ സാറായ്ക്കുണ്ടായില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. ഓൾ ഗുഡ് ഐഡിയാസ് ആർ നോട്ട് ഗോഡ് ഐഡിയാസ്. എഴുതി വെക്ക്. നല്ല ആശയങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല. ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? നമ്മുടെ തലയിലേക്ക് വരുന്ന നല്ല ആശയങ്ങളെല്ലാം ദൈവത്തിൽ നിന്നല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, എനിവേ, ഈ ദൂതൻ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, ഇത് ദൈവിക പദ്ധതിയിൽ നടന്നതല്ല. സാറയുടെയും അബ്രഹാമിൻ്റെയും ഇനീഷ്യേഷനിലുണ്ടായ ഒരു ഗുഡ് ഐഡിയയിൽ നിന്നുണ്ടായ ഗോഡ് ഐഡിയയിൽ നിന്നും ഉണ്ടാകാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എങ്കിലും ദൈവം, കരുണയുള്ള ദൈവം, ഒരുപക്ഷെ അബ്രഹാമിനോട്ടുള്ള കരുണ ഉണ്ടാവാം, ഇപ്പോൾ ഈ ഒരു ദൂതനെ അയച്ചിരിക്കുകയാണ്. ദൂതൻ 9-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ഗോ ബാക്ക് ടു യുവർ മിസ്ട്രസ് ആൻഡ് സബ്മിറ്റ് ടു ഹെർ. നീ നിന്റെ യജമാനത്തിയുടെ അടുക്കിലേക്ക് പോയി അവൾക്ക് കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. കറക്റ്റ് ഉപദേശം കൊടുത്ത്. യജമാനത്തിയാണ് നിനക്ക് ഇതുപോലെ ഒരു പ്രിവിലേജ് തന്നത്. അതുകൊണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് നീ അങ്ങോട്ട് യജമാനത്തെ വെറുക്കാൻ തുടങ്ങി. നീ പലതും ചെയ്തപ്പോൾ നിനക്ക് തിരിച്ചടിയായി കിട്ടിയതാണിത്. അതിൻ്റെ കോൺസിക്വൻസാണ്. അതുകൊണ്ട് നീ അവിടെ പോയി അവൾക്ക് കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. The angel added, I will increase your descendants so much that they will be too numerous to count. ആ സമയത്ത് എനിവേ ഇത് സംഭവിച്ചു. നിന്റെ സന്തതി പരമ്പരകളെ ഞാൻ ഒത്തിരി വർദ്ധിപ്പിക്കും. എണ്ണുവാൻ പോലും കഴിയാത്തതുപോലൊരു വർധനവ് നിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിലൂടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ പൂർണ്ണഹിതപ്രകാരം ഉണ്ടായതല്ലെങ്കിലും ദൈവം തൻ്റെ കൃപയാൽ അതിൻ്റെ മേലും ഒരു വർധനവ് കൽപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ നിന്നും
പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ പല വശങ്ങളിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് വിചിന്തനം ചെയ്ത് ഇറങ്ങി ഈ കഥ പഠിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്യാരക്ടറിൽ എങ്ങനെയും ദൈവത്തിൻ്റെ പ്രസാദത്തെയും കൃപയെയും ആകർഷിക്കുന്ന താഴ്മയുള്ള ഹൃദയം ഉളവാക്കിയെടുക്കുവാൻ പരിശുദ്ധാത്മ സഹായത്തോടെ ഈ ദിവസങ്ങളിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോവാം. ഓക്കെ, സോ ഈ ബൈബിളിലെ ഏതൊരു സംഭവത്തിനും ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് അതിനെ പഠിക്കാൻ കഴിയും. ഇപ്പം ഈ അബ്രഹാമിൻ്റെ ഈ ഒരു സംഭവത്തെ, പ്രോമിസ്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെ നമ്മളെങ്ങനെ കാണും എന്ന ആംഗിളിൽ പഠിച്ചാൽ ആ രീതിയിലൊരു പഠനം പോകും. എന്നാൽ അവിടേക്കല്ല നമ്മൾ പോകുന്നത്. ഹ്യൂമിലിറ്റി എന്ന ഒറ്റ ആസ്പെക്റ്റിൽ ഇതിനെ നമ്മളെങ്ങനെ കാണാൻ പോകും, ആ ഒരു പഠനമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. ഹാഗാറിൻ്റെ ജീവിതത്തിൽ നിന്നും താഴ്മയോട് ചേർത്ത് പഠിക്കാവുന്ന ചില കാര്യങ്ങൾ നാളെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. മുടങ്ങരുത്. ഇന്നലത്തേത് മിസ്സായവർ ഒന്നുകൂടി അത് വാച്ച് ചെയ്യുക. ഇന്നത്തേത് പല പ്രാവശ്യം വാച്ച് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയും കരവും എല്ലാവരുടെ മേലും വരട്ടെ. ഈ ഹാർട്ട് സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൈയൊന്ന് നീട്ടി, ഒരു കൈ നീട്ടിപ്പിടിച്ചു, മറ്റേ കൈ ഒന്ന് നെഞ്ചിൽ വെച്ചു. ആ ഹാർട്ടിൽ ഒരുപക്ഷെ പാൾപിറ്റേഷൻസ് പോലെ ഹൃദയമിടിപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതാവാം, പമ്പിങ് കറക്റ്റ് ആകാത്തതാകാം, അല്ലെങ്കിൽ ബ്ലോക്ക് ആകാം. എന്തൊക്കെയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യം നടക്കട്ടെ. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. അതുപോലെ ഈ വയറിൻ്റെ അകത്തുള്ള ചില പ്രശ്നങ്ങൾ യേശുവിൻ നാമത്തിൽ, അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവർ, ഒരുപക്ഷെ അസിഡിറ്റി മൂലം വലിയ പ്രയാസം അനുഭവിക്കുന്നവരാകാം, യേശുവിൻ നാമത്തിൽ നിങ്ങൾക്ക് ആരോഗ്യസൗഖ്യത്തെ സ്വീകരിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഈ വളരെ വ്യക്തമായി കാണുന്നൊരു കാര്യമാണ്, ബോഡിയിൽ ഈ ഹിപ്പ് ജോയിൻറ്റ്, ഇടുപ്പെല്ലിൻ്റെ ആ ജോയിൻറ്റ്, ആ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുക. തേയ്മാനമാകാം, അത് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ആകാം, സ്റ്റിഫ്നെസ് ആകാം, പെയിൻ ആകാം. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. കാലിലുള്ള നീര് യേശുവിൻ്റെ നാമത്തിൽ, എനിക്ക് തോന്നുന്നു അതിനോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ഈ കാലിൽ നീരുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കാം. അതുപോലെ ഉറക്കത്തിന് ഭയങ്കര തടസ്സമുള്ള ചില വ്യക്തികൾ, യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ. അതുപോലെ വിവിധ വിഷയങ്ങളിൽ വളരെ പ്രയാസപ്പെടുന്ന സകലരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. ഒരു നിമിഷം കൈ നീട്ടിപ്പിടിച്ചു. യേശുവിൻ നാമത്തിൽ ഏത് വിഷയമായാലും അതിൻ്റെ മേലൊരു വലിയ വിടുതൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഓൾറൈറ്റ്, ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് നന്ദി പറയുന്നു. മറ്റുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കണേ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ലിങ്കൊക്കെ എടുത്തുനിന്ന് വാട്സപ്പ് സ്റ്റേറ്റസിലൊക്കെ ഇടുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7-8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111 996011.